പ്രേക്ഷകരെല്ലാവരും നെഞ്ചിലേറ്റിയ ഹോളി ബീറ്റ്സിന്റെ മറ്റൊരു മനോഹരമായ അധ്യായം ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഹോളി ബീറ്റ്സിൽ ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും ആദ്യത്തെ സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യമായിട്ട് എന്നത്തേതും പോലെ തന്നെ ഇന്നും ഒരു സോളോ സോങ് തന്നെയാണ്. സോളോ സോങ്ങിനായിട്ട് അശ്വിൻ ചേട്ടൻ റെഡി അല്ലേ? ഓക്കെ, സോ നല്ലൊരു കൈഡി കൊടുത്ത് ലെറ്റ്സ് വെൽക്കം അശ്വിൻ. ഹായ് അശ്വിൻ ചേട്ടാ, വെൽക്കം ടു ഹോളി ബീറ്റ്സ്. താങ്ക് യു. ചേട്ടൻ ഇതിനു മുന്നേ ഹോളി ബീറ്റ്സിൽ പാടിയിട്ടുണ്ടല്ലേ? ഓക്കെ, ചേട്ടൻ എവിടുന്നാ വരുന്നത്? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിന്നാണ്. ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ് ഇവിടെ പാടുന്നത്? ഞാനിന്ന് സ്നേഹത്തിൻ തൂവള്ള തൂവാലയിൽ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. പാട്ട് എടുക്കാനായിട്ട് എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഈശോയുടെ സ്നേഹത്തിൽ ശരണപ്പെടാൻ പറയുന്നൊരു പാട്ടാണ്. അതെ, അത് മാത്രമാണ് നമുക്ക് രക്ഷയുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ പാട്ടൊക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, നമ്മൾ എല്ലാവരും ഉണ്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ നല്ല അടിപൊളിയായിട്ട് പാടി തിരിച്ചു വരിക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സ്നേഹത്തിൻ തൂവെള്ള തൂവാലയിൽ യേശുവേ നിൻമുഖം പൊപ്പിവയ്ക്കാം. ഹൃദയത്തിൽ നിന്നോറും പരിഭവങ്ങൾ നിൻ നെഞ്ചോടു ചേർത്തിന്നൊളിച്ചു വയ്ക്കാം. സ്നേഹത്തിൻ തൂവെള്ള തൂവാലയിൽ യേശുവേ നിൻമുഖം ഒപ്പിവയ്ക്കാം. കൊതി തീരെ സ്നേഹിക്കാനാവാതെ നിന്നപ്പോൾ സ്നേഹപ്പൂമൊഴിയുമായി വന്നവനേ, കൊതി തീരെ സ്നേഹിക്കാനാവാതെ നിന്നപ്പോൾ സ്നേഹപ്പൂമൊഴിയുമായി വന്നവനേ, കരുണീരൻ മനം പരത്തിയാകെ കരുണ തന്നീർച്ചാലായി നിറഞ്ഞവനേ, കരുണീരൻ മനം നൊമ്പരത്തിയാകെ കരുണ തന്നീർച്ചാലായി നിറഞ്ഞവനേ, സ്നേഹത്തിൻ തൂവെള്ള തൂവാലയിൽ യേശുവേ നിൻമുഖം ഒപ്പിവയ്ക്കാം. ആകാശമേഘങ്ങൾക്കപ്പുറമെങ്കിലും ആത്മാവിൻ വേദന നീ അറിയും. ആകാശമേഘങ്ങൾക്കപ്പുറമെങ്കിലും ആത്മാവിൻ വേദന നീ അറിയും. ആരോടും പരിഭവമില്ലാതെ ജീവിതം ആരതിയായെന്നു മാറ്റിടണേ, ആരോടും പരിഭവമില്ലാതെ ജീവിതം ആരതിയായെന്നു മാറ്റിടണേ, സ്നേഹത്തിൻ തൂവെള്ള തൂവാലയിൽ യേശുവേ നിൻമുഖം
ഒപ്പിവയ്ക്കാം. ഹൃദയത്തിൽ നിന്നോറും പരിഭാവങ്ങൾ നിൻ നെഞ്ചോട് ചേർത്തിന്നൊളിച്ചു വയ്ക്കാം. സ്നേഹത്തിൻ തൂവെള്ള തൂവാലയിൽ യേശുവേ നിൻമുഖം ഒപ്പിവയ്ക്കാം. ആഷിൻ ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു വീണ്ടും നമ്മുടെ ഹോളി ബീറ്റ്സിന്റെ വേദി വന്ന് പാടിയപ്പോൾ? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ്. അപ്പൊ ഇനിയും വരാൻ ആഗ്രഹമുണ്ട്? അതെ, തീർച്ചയായും. ഓക്കെ, ചേട്ടൻ വർക്ക് ചെയ്യാണോ? അതെ, ഞാൻ ഒരു IT പ്രോജക്ട് മാനേജറാണ്. ഓക്കെ, അപ്പൊ എല്ലാവരുടെ അടുത്തും പറയും നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാനായിട്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്ലീസ്. ഹോളി ബീറ്റ്സിൽ ഇനി അടുത്തതായിട്ട് ഒരു ഡിബറ്റ് പെർഫോമൻസ് ആണ്. ഡിബറ്റ് പെർഫോമൻസിനായിട്ട് നമ്മുടെ അഞ്ചു ചേച്ചിയും സ്റ്റെഫിനും ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. റെഡി അല്ലേ? ഓക്കെ, സോ വെൽക്കം. നല്ലൊരു കൈയടി ആവാം. ഹായ് അഞ്ജു ചേച്ചി. ഹലോ. ഹായ് സ്റ്റെഫിൻ. അഞ്ജു ചേച്ചി നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. അഞ്ജു ചേച്ചി ഒരു സെലിബ്രിറ്റി ആണ്, സിംഗർ മാത്രമല്ല ഒരു ആക്ട്രസും കൂടിയാണ് അല്ലേ? അപ്പോൾ ചേച്ചിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിലിം വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ലാസ്റ്റ് അഭിനയിച്ച പടം ചാനലിൽ ഓടുന്നുണ്ട്, നടന്ന സംഭവം എന്ന് പറയുന്ന മൂവി. ഇനിയിപ്പോൾ ഒരു പടത്തിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, കുഞ്ചാക്കോ ബോബൻ പ്രിയാമണി അഭിനയിക്കുന്ന പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അടിപൊളി. അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ നമ്മുടെ വേദിയിൽ വന്ന് പാടുന്നതിൽ. ഓക്കെ സ്റ്റെഫിൻ, അഞ്ജു ചേച്ചിന്റെ കൂട്ടത്തിൽ ആദ്യമായിട്ടാണോ ഒരു ഡിബറ്റ് പെർഫോമൻസ്? അതെ അതെ അല്ലേ? അപ്പൊ നിങ്ങൾ ഇന്ന് ഏത് പാട്ടാണ് ഇവിടെ പാടുന്നത്? ഇന്ന് പാടുന്ന പാട്ട് യേശുവിൻ അമ്മയും മാതാവി എന്ന് പറയുന്ന പാട്ടാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാട്ടാണ് അല്ലേ? മാതാവിന്റെ ഒരു പാട്ടാണ്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് പാടി തിരിച്ചു വരാം. ഒപ്പം മാതാവിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കാം അല്ലേ? അപ്പൊ അഞ്ജു ചേച്ചി ആൻഡ് സ്റ്റെഫിൻ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്ലീസ്. യേശുവിൻ അമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ? ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ? പന്ത്രണ്ടു നക്ഷത്ര മുടിയുള്ളോരമ്മേ, പാതാരബിംബത്തിൽ ചന്ദ്രൻ. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്വിനി. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെക്കാളും നീ തേജസ്വിനി. യേശുവിൻ അമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ,
ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഘോരസർപ്പത്തിൻ്റെ തല തകർക്കാനായി താതന്നയച്ചോരെന്നമ്മേ. ഘോരസർപ്പത്തിൻ്റെ തല തകർക്കാനായി താതന്നയച്ചോരെന്നമ്മേ. അമല മനോഹരി അമ്മയല്ലേ നീ, ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ. അമല മനോഹരി അമ്മയല്ലേ നീ, ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ. യേശുവിൻ അമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. പഞ്ചചേച്ചി ആൻഡ് സ്റ്റെഫിൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ഈ പാട്ട് ഇവിടെ സെലക്ട് ചെയ്തതിൽ. എങ്ങനെയുണ്ടായിരുന്നു പാട്ട് പാടിയപ്പോൾ ഒരു എക്സ്പീരിയൻസ്? പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പം പാടിയപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു. മാതാവിൻ്റെ പാട്ടാണല്ലോ. അതെ അതെ, ഉറപ്പായിട്ടും. സ്റ്റെഫിനും അങ്ങനെ തന്നെയായിരിക്കും. അതെ, ഓക്കെ. പഞ്ചചേച്ചി ആൻഡ് സ്റ്റെഫിൻ, താങ്ക് യു സോ മച്ച്. പ്ലീസ്. ഹോളി ബീറ്റ്സിൽ ഇനി അടുത്തതായിട്ടൊരു സോളോ പെർഫോമൻസ് ആണ്. സോളോ പെർഫോമൻസിനായിട്ട് ഡോണ ഇവിടെ റെഡിയാണ്. സോ നല്ലൊരു കൈഡി കൊടുത്ത് ലെറ്റ്സ് വെൽക്കം ഡോണ. ഹായ് ഡോണ. ഹായ്, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കും. ഇപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി നോക്കുകയാണല്ലേ? അതെ. ഓക്കെ. ഇന്ന് ഏത് പാട്ടാണ് ഡോണ ഇവിടെ പാടുന്നത്? ഇന്ന് ഞാൻ സ്നേഹസാന്ത്വനം എന്ന് പറഞ്ഞ ആൽബത്തിലെ മാതാവേ സ്നേഹസ്വരൂപിണി മാതാവേ എന്ന് പറഞ്ഞ പാട്ടാണ്. ഓക്കെ. ഡോണ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഡോണ എന്താണ് കംപ്ലീറ്റ് ചെയ്തത്? MSW ആണ്. ഓക്കെ. അപ്പൊ നന്നായിട്ട് പാടി തിരിച്ചു വരിക. എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഡോണ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. പ്ലീസ്. മാതാവേ
ഡോണ എങ്ങനെയുണ്ടായിരുന്നു പാടിയിട്ട്? നന്നായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നന്നായിട്ട് പാടിയല്ലേ? ഓക്കെ ഡോണ, നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡോണ ഇനിയും ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ വരാൻ ആഗ്രഹമുണ്ടോ? തീർച്ചയായും ആഗ്രഹമുണ്ട്. ഉണ്ട്. അപ്പോൾ വീട്ടിൽ ചെന്ന് എല്ലാവരുടെയും പ്രോഗ്രാം ഒക്കെ കാണാൻ പറയണം. വീണ്ടും വരണം. ഒരുപാട് സന്തോഷം. താങ്ക് യു ആൻഡ് ബെസ്റ്റ് വിഷസ്. താങ്ക് യു. പ്ലീസ്. ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും ലാസ്റ്റ് പെർഫോമൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ലാസ്റ്റായിട്ടൊരു ട്രയോ പെർഫോമൻസ് ആണ് നമ്മളെ കാത്തിരിക്കുന്നത്. ട്രയോക്കായിട്ട് 3 പേര് റെഡി അല്ലേ? ഓക്കെ, നല്ലൊരു ഐഡിയ ആവാം അവർക്ക് വേണ്ടി. ഹായ് ഓൾ. ഹലോ. എന്തുണ്ട് 3 പേർക്ക് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ 3 പേരും ചേർന്ന് ഏത് പാട്ടാണ് ഇന്നിവിടെ പാടുന്നത്? ദിവ്യകാരുണ്യമേ ഹൃത്തിനാലയമേ എന്ന് പറഞ്ഞ പാട്ടാ പാടാൻ പോകും. ദിവ്യകാരുണ്യമേ ഹൃത്തിന് ആനന്ദമേ അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു പാട്ടാണ്. കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് നമ്മൾ പാടുന്ന പാട്ടാണ്. കുറച്ചൊരു പഴയ പാട്ട് കൂടിയാണല്ലേ? ഓക്കെ, അടിപൊളി. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് എല്ലാവരും ഇല്ലേ? റെഡിയാണോ നിങ്ങൾ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഓർക്കസ്ട്ര ചേട്ടന്മാരൊക്കെ അവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളും ഇവിടെ നിങ്ങളുടെ പാട്ട് എൻജോയ് ചെയ്യാനായിട്ട് റെഡിയാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പാടി തിരിച്ചു വരാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കാരുണ്യമേ ഹൃത്തിനാനന്ദമേ ദിവ്യകൂദാശയാന്നിലലയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ ദിവ്യകാരുണ്യമേ ഹൃത്തിനാനന്ദമേ ദിവ്യകൂദാശയാന്നിലലയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ മഴയായി പൊഴിയൂ മനസ്സിൻ ഭൂവിൽ സ്നേഹക്കുളിരായി നിറയൂ എന്നെൻ ഹൃത്തിൽ നിത്യം ആരാധന സ്തുതി നാദാ നിത്യം ആരാധന സ്തുതി നാദാ
എന്നിലലിയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ ദിവ്യകാരുണ്യമേ ഹൃത്തിനാനന്ദമേ ദിവ്യകോധാശയായി എന്നിലലിയൂ സ്നേഹവാത്സല്യമേ ആത്മസൗഭാഗ്യമേ പൂർണ്ണമായെന്നെ നിന്റേതായി മാറ്റൂ മഴയായി പൊഴിയൂ മനസ്സിൻ പൂവിൽ സ്നേഹക്കുളിരായി നിറയൂ എന്നെൻ ഹൃത്തിൽ നിത്യം ആരാധന സ്തുതി നാദാ നിത്യം ആരാധന സ്തുതി നാദാ. ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസ് ആണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ദിവ്യകാരുണ്യമേ ഹൃത്തിൻ ആനന്ദമേ. ആനന്ദം തോന്നുന്നുണ്ടോ പാടി കഴിഞ്ഞപ്പോ? നല്ല ആനന്ദമുണ്ട് അല്ലേ? ഒരു സ്വർഗീയ ആനന്ദം. ഓക്കെ, അടിപൊളി. അപ്പോൾ ഇനിയും നിങ്ങൾ 3 പേരും ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ വരിക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്ലീസ്. ഹോളി ബീറ്റ്സിന്റെ ഇന്നത്തെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇതാ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ദിവ്യകാരുണ്യമേ ഹൃത്തിനാനന്ദമേ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടോട് കൂടിയിട്ടാണ് നമ്മുടെ ഹോളി ബീറ്റ്സ് ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു അല്ലേ? ഓക്കെ. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അറിയാവുന്ന കുറേ പാട്ടുകളുണ്ടായിരുന്നു. മാതാവിൻ്റെ പാട്ടുണ്ടായിരുന്നു, കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് പാടുന്ന പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്നതും കുറച്ച് പുതിയതുമായിട്ടുള്ള ഗാനങ്ങളുമായി നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും ഇതേ സമയത്ത് എത്തുന്നതായിരിക്കും. സോ നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു ഹോളി ബീറ്റ്സ്.